വരൂ. എന്താ മായി? എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ നീ എന്നെങ്ങനെ ശല്യം ചെയ്യുന്നത്? നീ കേട്ടതും അറിഞ്ഞതും ഒക്കെ ശരിയാണ്. ശിവപ്രസാദ് നിന്നോട് പറഞ്ഞത് സത്യമാണ്. 19 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ വെച്ച് ഞാൻ പ്രസവിച്ച കുട്ടിയാണ് നീ. പക്ഷേ ഏത് കാരണങ്ങൾ കൊണ്ട് ഇത്രയും കാലം ഞാൻ നിന്റെ അരികിലേക്ക് വരാതിരുന്നു, നിന്നെ ഒരു മകളായി അംഗീകരിക്കാതിരുന്നു, അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്നും എനിക്ക് നിന്നെ അംഗീകരിക്കാനാവില്ല. നിനക്കിതുവരെ കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം ഇനിയും തുടർന്നും കിട്ടിക്കൊണ്ടിരിക്കും. വേണമെങ്കിൽ അതിൽ കൂടുതലും. പക്ഷെ ഒന്ന് മാത്രം ചോദിക്കരുത്. ഒരമ്മ എന്ന നിലയിലുള്ള സ്നേഹം, വാത്സല്യം, ലാളന, അതൊക്കെ 19 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയതാണ്. ദയവ് ചെയ്ത് മകളെ അമ്മയെ ഉപദ്രവിക്കരുത്. നിങ്ങൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരമ്മ എന്ന നിലയിലുള്ള നിങ്ങളുടെ അംഗീകാരം എനിക്ക് വേണ്ട. നിങ്ങളുടെ ലാളന, സ്വത്തുക്കൾ, പദവി, സ്നേഹം ഒന്നും എനിക്ക് വേണ്ട. നിങ്ങൾക്ക് എന്നെ ഭയമാണെങ്കിൽ, ഇഷ്ടമല്ലെങ്കിൽ നമുക്കിപ്പോ പിരിയാം. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ വഴി വന്ന് നിൽക്കില്ല. ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ കാണുക പോലും ഇല്ല. കാരണം നിങ്ങൾ എന്നെ വെറുക്കുന്നതിന്റെ 1000 ഇരട്ടി ഞാനിപ്പോ നിങ്ങളെ വെറുക്കുന്നു. ഇവിടെ വെച്ച് നമുക്ക് പിരിയാം. പക്ഷേ പിരിയുന്നതിന് മുൻപ് എനിക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞേ തീരൂ. ഒന്ന്, ആരാണ് എന്റെ അച്ഛൻ? 2, 19 വർഷങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ എറിയേണ്ടിയിരുന്ന എന്നെ എന്തിനാ ഇത്രയും വളർത്തിയത്? എന്തിനാ ഈ പണക്കാരുടെ കോളേജിൽ വലിയൊരു പണക്കാരിയായി എന്നെ വാഴിച്ചത്? എന്തായിരുന്നു നിങ്ങൾ ഇത്രയും കാലം എനിക്ക് തന്നുകൊണ്ടിരുന്നത്? സ്നേഹമോ പരിഹാസമോ? പറ. ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ എനിക്ക് നിങ്ങളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. മായി, നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാവുന്ന ഒരേ ഒരാളെ ഉള്ളൂ ഈ ലോകത്തിൽ. ഞാൻ മാത്രം. ഞാൻ മരിക്കുന്നവരെ അത് മറ്റൊരാൾ അറിയില്ല. അറിയാൻ ഞാൻ സമ്മതിക്കില്ല. നീ എത്ര ചോദിച്ചാലും ഞാനത് പറയില്ല മായി. പിന്നെ ഞാൻ എന്തിനാ ഇത്രയും കാലം നിന്നെ വളർത്തിയത്? ഞാൻ എന്തിനാ നിന്നെ ഇഷ്ടം പോലെ ജീവിക്കാൻ അനുവദിച്ചത്? ഞാൻ എന്തിനാ ഒരിക്കലും പോലും നിന്നെ കാണാൻ വരാതിരുന്നത്? ഞാൻ എന്താ നിനക്ക് തന്നോണ്ടിരുന്നത്? സ്നേഹമോ പരിഹാസമോ? അതൊന്നും എനിക്കറിയില്ല കുട്ടി. ഈ കണ്ണീര് കൊണ്ട് എന്നോട് ഇത്രയും കാലം ചെയ്ത കളങ്കം നിങ്ങൾക്ക് കഴുകിക്കളയാനാവില്ല. ഇനിയും വരും ഞാൻ. എന്റെ അച്ഛൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നിങ്ങളെ സ്വൈര്യമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നോക്കിക്കോ, നിങ്ങളെ കൊണ്ടത് പറയിക്കാനായി എത്രമാത്രം താഴാവോ, എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. വരൂ. ഇല്ല. വരാനല്ലേ പറഞ്ഞത്? ഞാൻ വരില്ല. അടുത്ത് വരരുത്. വാ. വരില്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ അമ്മയാ വിളിക്കുന്നത്. വരാൻ. വരൂ.
ഇന്ന് നീ സ്വയം നശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തൊക്കെ സംഭവിച്ചാലും അത് നിന്റെ വിധിയെന്ന് കരുതാനേ എനിക്ക് പറ്റൂ. നിന്റെ ഈ പ്രായത്തിൽ നിന്നെക്കാൾ വാശിയും വികൃതിയൊക്കെ ഉള്ളവളായിരുന്നു ഞാൻ. അന്നൊരു കൂട്ടുകാരി ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ച് വെറുതെ എന്നെ ഒന്ന് വാശി പിടിപ്പിച്ചു. അങ്ങനെ തമാശയ്ക്കാണ് ഞാൻ നിന്റെ അച്ഛനെ എന്നിലേക്ക് വലിച്ചഴിച്ചത്. അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴെല്ലാം എന്റെ വാശിയും തമാശയും കൂടിയതേ ഉള്ളൂ. ഒടുവിൽ നീ എന്റെ വയറ്റിൽ പിറക്കുന്നത് വരെ പോയ ആ ബന്ധം പതുക്കെ പതുക്കെ ആരൊക്കെയോ അത് അറിയാനും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള മാന്യത, അദ്ദേഹത്തെ കാത്തിരിക്കുന്ന വലിയ വലിയ നേട്ടങ്ങൾ, സർവോപരി ദൈവത്തെ പോലെ അദ്ദേഹം സ്നേഹിക്കുന്ന നല്ലവളായ അദ്ദേഹത്തിന്റെ ഭാര്യ, ഇതൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് മനസ്സിലായപ്പോഴാണ് നിന്നെ ഇല്ലാതാക്കുവാൻ ഞാൻ തീരുമാനിച്ചത്. അതറിഞ്ഞതും നിന്റെ അച്ഛൻ എന്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, അരുത്, അത് ചെയ്യരുത്. എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നഷ്ടം വന്നാലും എന്നെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ആ സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ശരിക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയത്. ഇന്നും ഉണ്ട് ആ ഇഷ്ടവും ആദരവും ഒക്കെ എന്റെ മനസ്സിൽ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞാൻ കാരണം ഒരു പോരൽ പോലെ ഏൽക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ നിന്നെ ഇല്ലാതാക്കാൻ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷെ കഴിഞ്ഞില്ല. എങ്ങനെ കഴിയും? അദ്ദേഹത്തിന്റെ കുഞ്ഞല്ലേ. നിന്റെ മുഖം ഒന്ന് കാണാൻ ഞാൻ കൊതിച്ചുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നിന്നെ നശിപ്പിച്ചു എന്നൊരു കളവ് നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു. അന്നും അദ്ദേഹം വല്ലാതെ വേദനിച്ചു, കരഞ്ഞു. ഞാൻ പറഞ്ഞു, പിരിയാം, ഇനി ഒരിക്കലും കാണാതിരിക്കാനായി പിരിയാം. ഞങ്ങൾ പിരിഞ്ഞു. അതിൽ പിന്നെ ഇതുവരെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേയില്ല. ഇന്നും അദ്ദേഹത്തിന് അറിയില്ല മഹേ, നീ ജീവനോടിരിക്കുന്നു എന്ന സത്യം. എല്ലാം മറക്കാനാണ് ഞാൻ അമേരിക്കയിലേക്ക് പോയത്. അവിടെ വെച്ചായിരുന്നു നിന്റെ ജനനം. 3 വർഷം കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോഴേക്കും നിന്റെ അച്ഛൻ എല്ലാവരും ബഹുമാനിച്ച് ആദരിക്കുന്ന ഒരു വലിയ മനുഷ്യനായി കഴിഞ്ഞിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി എനിക്ക്. എങ്കിലും കാണാനോ ഓർക്കാനോ ഞാൻ ശ്രമിച്ചതേയില്ല. പക്ഷെ നിന്നെ മറക്കാൻ എനിക്കായില്ല. ഏതു നേരവും കൈനീട്ടിയെടുക്കാവുന്ന ദൂരത്തിലാക്കാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നതും ശിവപ്രസാദിനെ ഏൽപ്പിച്ചതും. പലപ്പോഴും നിന്റെ മുമ്പിൽ വന്ന് ഇതാമായി ഈ ഞാനാണ് നിന്റെ അമ്മയെന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. നിന്റെ അച്ഛനെ ഓർത്താണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്താണ്, സ്നേഹബന്ധങ്ങളെ ഓർത്താണ്. എനിക്കിങ്ങനെ ഒരു മകളുണ്ടെന്നറിഞ്ഞാൽ ആരെങ്കിലും പഴയ കഥകൾ ഉയർത്തിക്കൊണ്ടുവന്ന് എല്ലാം നശിപ്പിക്കില്ലേ? അത് നിന്റെ അച്ഛനെ ബാധിക്കില്ലേ? അദ്ദേഹം ഒരിക്കലും ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ നിന്നെ കാണാൻ പോലും വരാതിരുന്നത്. പക്ഷെ നീ വല്ലാതെ വാശി പിടിക്കുന്നു. ആ അച്ഛൻ ആരാണെന്നറിയാൻ അതിനുവേണ്ടി സ്വയം നശിക്കുന്നു. നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. അറിഞ്ഞിട്ട് എന്ത് നേടാനാണ്? ദുഃഖമല്ലാതെ ഒരിട്ട് സന്തോഷം അദ്ദേഹത്തിന് കൊടുക്കാൻ നിനക്കാവില്ല. പിന്നെ എന്തിനാണ് വെറുതെ എന്നെ ശല്യം ചെയ്തതുപോലെ അദ്ദേഹത്തെ ശല്യം ചെയ്യാനോ? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിന് ഞാൻ നിന്നെ സമ്മതിക്കില്ല. അതിനുവേണ്ടി ഞാൻ മരിക്കേണ്ടി വന്നാ പോലും. എനിക്കറിയാം, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവളാണ് നീ. നിന്നോട് ഞാൻ ചെയ്ത ദ്രോഹങ്ങൾക്ക് മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലാത്തവളാണ് ഈ അമ്മ. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോളൂ. പക്ഷെ ഞാൻ നിന്റെ കാല് വീണ് കേണ് അപേക്ഷിക്കുകയാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത നിന്റെ അച്ഛനോട് നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? മറന്നൂടെ? നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നിങ്ങൾ എന്നെ എത്രമാത്രം തെറ്റിദ്ധരിച്ചു പോയി എന്ന് ആലോചിക്കായിരുന്നു. അമ്മ ഈ പറഞ്ഞ കഥകളൊക്കെ എപ്പോ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ പറയുമായിരുന്നല്ലോ എനിക്ക് എന്റെ അച്ഛൻ അറിയണ്ട എന്ന്. പിന്നെ എന്തിനായിരുന്നു അമ്മ ഇത്രയും കാലം എന്നെ വെറുതെ? ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്കറിയണ്ട എന്റെ അച്ഛൻ ആരെന്ന്. ഇനി ഒരിക്കൽ പോലും ഞാനിത് ചോദിക്കുകയില്ല.
എന്റെ അമ്മ സന്തോഷവതിയായിരിക്കാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഞാൻ ചെയ്യണോ? നീ ഈ പറയുന്നതൊക്കെ സത്യമാണോ മായ? സത്യം. ഇതോർത്ത് ഇനി അമ്മ വിഷമിക്കരുത്. ഞാൻ ഒരിക്കലും അമ്മയെ ശല്യപ്പെടുത്തില്ല. അമ്മ പൊയ്ക്കോളൂ. മായ, ഞാൻ എന്റെ അമ്മയെ കണ്ടുപോയില്ലേ, സംസാരിച്ചു പോയില്ലേ. ഇനി മറക്കാൻ എനിക്കാവില്ല. ആരും കാണാതെ വല്ലപ്പോഴൊക്കെ ഒരിത്തിരി സ്നേഹം എനിക്ക് തന്നൂടെ? ഒരമ്മയുടെ സ്നേഹം. കുഞ്ഞുനാൾ മുതൽ ഞാൻ ആഗ്രഹിച്ചു പോയതാണ്. എന്തിനാ കുട്ടി എന്നെ എങ്ങനെ ശിക്ഷിച്ചത്?